കാരമുക്ക് പൂത്രിക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണ ശ്രമം. തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ റോഡരികിലെ ക്ഷേത്രഭണ്ഡാരം തുറന്നപ്പോഴാണ് മോഷണ ശ്രമം കണ്ടെത്തിയത്. മോഷണ ശ്രമം വിഫലമായപ്പോൾ ഭണ്ഡാരത്തിനുള്ളിൽ കരിയോയിലൊഴിച്ച് പണം ഉപയോഗശൂന്യമാക്കിയ നിലയിലായിരുന്നു. കഴിഞ്ഞ വർഷം 2 തവണ ക്ഷേത്രഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടന്നിരുന്നു. മോഷ്ടാക്കളെ ഇതുവരെ കണ്ടെത്താൻ കഴിയാതെ അധികാരികൾ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് വിശ്വാസികൾ പറയുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് പറഞ്ഞു. ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് സെക്രട്ടറി PB വേണു, ട്രഷറർ K സൂര്യനാരായണൻ, കമ്മിറ്റി അംഗങ്ങളായ പ്രേമൻ തുളുവത്ത്, മനോജ് തുരുത്തിയിൽ, പ്രദീപ് മാമ്പുള്ളി, ആഷാദ്, സുഷമ സുനിൽ, VV പ്രമോദ്, UK ചന്ദ്രൻ, അഞ്ജലി ഷാജി, രത്നം ജയറാം, VV ലീല തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ക്ഷേത്രത്തിൽ അടിയന്തരമായി CCTV ക്യാമറ സ്ഥാപിക്കണമെന്നും ഇവർ പറഞ്ഞു. കുത്തി തുറന്ന് പണം അപഹരിക്കുന്ന രീതി ഉണ്ടായപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഇപ്പോൾ ഭണ്ണാരം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഭണ്ണാരം വൈകിട്ട് 7:30 തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് കരിയോയിൽ പോലെ എന്തോ ഒരു ഇതൊഴിച്ചുകൊണ്ട് അതിലത്തെ പണം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കി ഇരിക്കുന്നതാണ്. അത് സാമൂഹ്യ വിരുദ്ധരാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ അപ്പം തന്നെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പരാതിപ്പെടുകയുണ്ടായി. പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെതിരെ അധികാരികൾ കൃത്യമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെയും ഇത് ആവർത്തിക്കാവുന്ന രീതി ഉണ്ടാവും. ഇന്നലെ അത് തുറന്നു നോക്കിയപ്പോൾ അതിലത്തെ പണം ദുരുപയോഗം ചെയ്ത രൂപത്തിലായിട്ടുണ്ട്, കേടുവരുത്തിയ രൂപത്തിലായിട്ടുണ്ട്. ഉപയോഗിക്കണമെങ്കിൽ നമുക്കത് ബാങ്കിലുമായിട്ട് സമീപിച്ചത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ളൊരു പ്രവണത നമ്മുടെ ക്ഷേത്രത്തിനോടും നമ്മുടെ നാടിനോടും ചെയ്യുന്ന വലിയൊരു അപമാനമായിട്ടാണ് ക്ഷേത്ര സമിതി കാണുന്നത്. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ ആവശ്യത്തിൽ പറയാനുള്ളത്.